ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ദേവദത്തൻ പഠിച്ചിട്ടുള്ള വിധിമുറകളെക്കുറിച്ചൊക്കെ പറയുവാണ് സരസ്വതിയമ്മയോടും എല്ലാവരും ധൈര്യമായിട്ടിരിക്കൂ. പ്രാർത്ഥനയോടൊപ്പം എല്ലാവരും എന്നോടൊപ്പം നിന്നാൽ മതി. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ദൈവാനുഗ്രഹവും ഉണ്ടാവും. അടുത്ത സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമ്മൾ പ്രതാപനെ ഉണർത്തിയിരിക്കും. ഇത് കേട്ടതും വേണ്ട അംബികയുടെ തലമണ്ടയിൽ എന്തൊക്കെയോ പറന്നു പോകുന്ന പോലെ തോന്നുന്നു. അതുപോലെ തന്നെ ദീപക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചികിത്സയും പൂജയുമാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും ധൈര്യമായിരിക്കും. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷം. അംബികയുടെയും മോൻ്റെയും മുഖം ഒഴിച്ച് ദേവദത്തനെ മാറ്റി നിർത്തി ഋതിക പറയുക, എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതൊക്കെ അമ്മാവൻ അറിവുള്ളതല്ലേ മോളെ. അതിന് പ്രതാപനല്ലേ തെറ്റിയിട്ടുള്ളൂ, പത്മ തെറ്റിയിട്ടില്ലല്ലോ. മരണത്തെ മുഖാമുഖം കാണുവാണിപ്പോൾ പ്രതാപൻ. അപ്പോൾ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ച പത്മയുടെ സഹായം വേണ്ടി വന്നില്ലേ? അതാണ് കാലപുരുഷനായ ദൈവത്തിന്റെ കളി. കാലമെന്ന അനന്തൻ വിരിച്ച മെത്തയിൽ പള്ളി ഉറങ്ങുകയല്ലേ ദൈവം. കണ്ണു തുറന്ന് എല്ലാം കാണുന്നുണ്ട്. രാജു ദത്തനോട് ചോദിക്കുന്നു, അമ്മയുമായി അമ്മാവൻ എന്താ സംസാരിക്കാത്തത്? എന്ത് വിഡ്ഢി ചോദ്യമാണ് രാജു നീ ചോദിക്കുന്നത്? ആ അംബിക അവിടെ നിൽക്കുവല്ലേ പ്രതാപനെ പരിചരിക്കുന്നത്. പത്മയാണെന്നങ്ങാണോ അറിഞ്ഞാൽ അംബിക പിന്നെ അടങ്ങിയിരിക്കുവോ? അപ്പോഴമ്മാവനെല്ലാം അറിയാം അല്ലേ എന്നിങ്ങനെ ഋതിക ചോദിക്കുക. എനിക്കറിയാം മോളെ, A to Z. പക്ഷെ ഞാനിതൊന്നും മനഃപൂർവ്വം പഠിച്ചു വെക്കുന്നതല്ല. അറിയാതെ അങ്ങ് അറിഞ്ഞു പോകുന്നതാ. തരംഗങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ പുഴ കരയിലോട്ട് വരുന്നത്. അതുപോലെ സംഘർഷഭരിതമായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ജീവിതമാകുന്നുള്ളൂ. ഇതൊക്കെ നടന്നേ പറ്റൂ. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. ഭഗവാൻ കൃഷ്ണൻ അന്ന് പറഞ്ഞത് ദുര്യോധനൻ അനുസരിച്ചിരുന്നെങ്കിൽ അന്ന് ആ മഹായുദ്ധം ഉണ്ടാകുമായിരുന്നോ? ഇത്രയും വിധവകളും അനാഥരും ഉണ്ടാകുമായിരുന്നോ? ഇനി ഇത് കഴിഞ്ഞാലും ഇവിടെ പലതും നടക്കും. ഉൾക്കണ്ണുകൊണ്ട് എനിക്കിതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. രാജുവും ഋതിക ഇങ്ങനെ ഭയത്തോടെ നോക്കി നിൽക്കുക. പക്ഷേ കാലവ്യവസ്ഥകൾക്ക് വിപരീതമായി എനിക്കൊന്നും പറയാനോ പ്രവർത്തിക്കാനോ പറ്റില്ല. അപ്പോഴങ്ങോട്ട് വളരെ സന്തോഷത്തോടെ ശേഖരൻ അങ്ങോട്ട് വരിക. ശേഖരൻ വന്നിട്ട് കൈതൊഴുവാണ് ദത്തനെ നോക്കി. എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ദത്തനും സന്തോഷത്തോടെ പറയുവാണ്. ശേഖരവർമ്മയല്ലേ? അതെ, ഞാനൊന്ന് പുറത്തു വരെ പോയിരിക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ ശേഖരൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. പ്രാർത്ഥനയോടെ നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവദത്തൻ അങ്ങോട്ട് പോകുമ്പോൾ ശേഖരൻ രാജുവിനോട് ചോദിക്കുന്നു, ഒരു പ്രത്യേക ടൈപ്പാണല്ലേ? രാജു പറയുക, വളരെ ജീനിയസാ. പക്ഷേ ഭാവം കണ്ടാലേ നമുക്ക് വട്ടായിട്ടേ തോന്നും. ഋതികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. രാജു എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ശേഖരൻ യാമിനിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, യാമിനി ചേട്ടൻ്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് ദൈവം കൊണ്ട് എത്തിച്ചാണ് അദ്ദേഹത്തെ, അല്ലേ യാമിനി? അതേ ശേഖരേട്ടാ, ദൈവാധീനം തന്നെയാണ്. വലിയ മിടുക്കനാണെന്നാ കേൾക്കുന്നത്. ഞാനും കേട്ടിട്ടുണ്ട് യാമിനി. ആളുകൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരിൽ കണ്ടപ്പോൾ തോന്നുന്നില്ല. എന്തായാലും ശേഖരേട്ട, ആ മുഖത്തോട്ട് നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാ, ആള് കഴിവുള്ള ആള് തന്നെയാ. അത് മാത്രമല്ലല്ലോ യാമിനി, ആൾ അന്യനൊന്നും അല്ലല്ലോ, പത്മേടത്തിന് ആങ്ങളെ കൂടിയല്ലയോ? ശേഖരേട്ട, അത് ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണെന്നാ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴങ്ങോട്ട് കിളി പോയ അംബികയും മകനും അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനിയും ശേഖരനും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അംബികയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എന്താ ഇവിടെ? പണ്ടങ്ങോ നാട് വിട്ടുപോയി കറങ്ങിത്തിരിഞ്ഞു വന്ന ഒരു വട്ടൻ. അവനെ കൊണ്ട് എൻ്റെ ആങ്ങളെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. ശേഖരന് ദേഷ്യം എരച്ചു വരുക. പുതിയ ഡിമാൻഡുമായിട്ട് വന്നിട്ടുണ്ട്. എടാ, ഡിമാൻഡൊന്നും അല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറയുന്നത്. എന്നാലേ ചേച്ചി കേട്ടോ, ചേട്ടനെ ചേച്ചിയുടെ ആങ്ങളെ മാത്രമല്ല, എൻ്റെ ചേട്ടനും കൂടിയാ, ഋതുമോളുടെ അച്ഛനും കൂടിയാ. അതിനെ ഋതുമോളുടെ അച്ഛനാണെന്ന് ആരാടാ പറഞ്ഞത്? യാമിനിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്കിനിയും നിർത്താറായില്ലേ ഈ അപവാദം? എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തരികിട കാണിച്ചാലും നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു വനിതാ മന്ത്രിയല്ലേ? ഈ നാടിന് തന്നെ ഒരു നാണക്കേടായത്. ഇത്രയും സംസ്കാരമില്ലാത്ത ഒരു സ്ത്രീ. അത് കേട്ടതും അംബികയുടെ അട്ടഹാസം കേട്ടുണ്ട് രാജുവും ഋതിക അങ്ങോട്ട് വരിക. ഋതിക ചോദിക്കുക, എന്താ ഇവിടെ പ്രശ്നം? എന്താ ചെറിയച്ച മോളെ? അതിവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു. ഏത് നല്ല കാര്യം നടക്കാൻ പോകുമ്പോഴും ഇവർ വരുമല്ലോ ഇടംകോലുമായിട്ട്. രാജു ചോദിക്കുക, ഇപ്പോഴെന്താ ഇവരുടെ ഈ പ്രശ്നം? അത് രാജു, ഇവർ പറയുക ആ ഡോക്ടർ വട്ടനാ, അങ്ങേരെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ പറ്റില്ലെന്ന് യാമിനി പറയുക. രാജു ഒരു കളിയാക്കലോടെ, അയ്യോ അതാണോ പ്രശ്നം? ഇവർ പിന്നെ അങ്ങനെയല്ലേ പറയുകയുള്ളൂ. വർമ്മ സാറിനെ കിടത്തണമെന്നല്ലേ അമ്മയുടെയും മകൻ്റെയും അജണ്ട. സാർ എന്നേക്കുമായി ആ കട്ടിലിൽ ഒടുങ്ങിയാലല്ലേ ഇവർക്ക് ആ മന്ത്രിക്കസേലിരുന്ന് വിലസാൻ പറ്റത്തുള്ളൂ. ഈർക്കോലി ദീപക്കിനും വന്നു ദേഷ്യം. എടാ, എൻ്റെ അമ്മയോട് മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കും. അയ്യോ എടാ മോനെ, നീ ഇങ്ങനെ അമ്മയുടെ അംഗരക്ഷകനായിട്ട് നടന്ന് ഈ ഇടിയെല്ലാം മേടിച്ച് ഒരു ക്ഷയരോഗിയായി പോകുവേ. ഒടുവിൽ നീ ചുമച്ചു കുറച്ചിങ്ങനെ കിടക്കുമ്പോൾ ഇവര് തന്നെ നീ ഒരു ശല്യമായിട്ട് നിന്നെ ആട്ടി ഓടിക്കി വിടുന്നു. മതിയടാ കളിയാക്കിയത്. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിലെ കാര്യമാ.
ഞാൻ നടപ്പാക്കുന്ന തീരുമാനം പ്രതാപനെ എൻ്റെ ആങ്ങളെയാ. ഒറ്റമൂലി ചികിത്സക്കാരനെ കൊണ്ട് ചികിത്സിപ്പിച്ചാലേ അവൻ എന്തെങ്കിലും ആപത്തുണ്ടായെങ്കിലോ? അതിനിവിടെ ആര് സമാധാനം പറയും? പിന്നെ അതുകൊണ്ട് ആ പ്രാന്തനെ കൊണ്ട് എൻ്റെ ആങ്ങളെ ചികിത്സിപ്പിക്കാൻ പറ്റില്ല. അംബിക വിചാരിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് അടങ്ങുമെന്ന് ഋതിക പറയുക. പ്രതാപവർമ്മ എന്ന് പറയുന്ന ആളെ എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛനെ ആരെ കൊണ്ട് ചികിത്സിപ്പിക്കണം, ആരെ കൊണ്ട് ചികിത്സിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവിടെ ഞാനും ഞങ്ങളെല്ലാവരും കൂടെ. അതുകൊണ്ടേ നിങ്ങളുടെ ഈ വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടേ പോയി വേറെ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്ക്. ആഹാ, നീ അഹങ്കാരം പറയുന്നോടി. ഇവിടെ ഈ ചികിത്സ നടക്കില്ല. ദാണ്ട വരുന്നു നമ്മുടെ സരസ്വതി അമ്മ. അത് പറയാൻ നീ ആരാടി? നിനക്കെന്താടി ഇവിടെ അധികാരം? എന്താടി നിനക്കിത് പറയാനുള്ള യോഗ്യത? ദാണ്ട അംബിക തലയും കുനിഞ്ഞ് അവിടെ നിൽക്കുന്നു. ദേണ്ടേ, നീ മന്ത്രി കസേരയോട്ട് അങ്ങോട്ട് കയറിയതേ ഉള്ളു. അത് സ്ഥിരമായ ഒരു കസേരയാണെന്ന് നീ കരുതണ്ട. മനസ്സിലായോടി പാൽക്കാരി? നിങ്ങൾ അമ്മയും മകനും കൂടി ചേർന്ന് എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കി. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ചികിത്സ കൊണ്ടും എൻ്റെ അച്ഛൻ എഴുന്നേറ്റ് വരും. നിങ്ങൾ ആരാണെന്നുള്ള സത്യം അച്ഛൻ മനസ്സിലാക്കുന്നതിന് ഇനി അധിക സമയമില്ല. കരുതിയിരുന്നോ അംബിക? ദിവസങ്ങൾ എണ്ണി നോക്കിയിരുന്നോ? അംബിക വിചാരിച്ച പോലെ ഒന്നും അവിടെ നടത്താൻ പറ്റിയില്ല. സരസ്വതി അമ്മയെ ഋതിക ഉള്ളപ്പോൾ അതൊന്നും അവിടെ നടക്കത്തില്ലെന്ന് അംബികയ്ക്ക് മനസ്സിലായി. പ്രതാപൻ്റെ അടുത്തിരിക്കുന്ന പത്മയുടെ അടുത്ത് വന്നിട്ട് ഋതിക ചോദിക്കുക, അമ്മ ആ അമ്മാവൻ്റെ പെങ്ങളല്ലേ? എന്തുകൊണ്ട് അമ്മ ഇതുവരെ ഒന്നും അന്വേഷിക്കാതിരുന്നത്? എൻ്റെ മോളെ, ഞാൻ തന്നെ ദേവേട്ടനെ ചൊവ്വേനേരം ഒന്നും കണ്ടിട്ടില്ല. വായന, പഠനം, അന്വേഷണം ഇതിലെല്ലാം മാത്രമായിരുന്നു മൂപ്പരുടെ ശ്രദ്ധ. ഇപ്പോഴാ ഇങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. പണ്ട് ആരോടും ഒരക്ഷരം പോലും മിണ്ടില്ലായിരുന്നു. പണ്ട് എനിക്കൊരു പുസ്തകം തന്നതായിട്ട് ഓർക്കുന്നു. പണ്ട് ഞാൻ 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാ. എന്തായാലും എനിക്ക് ഉടനെ പോകേണ്ടി വരും. അയ്യോ അതെന്താ അമ്മേ എന്ന് രാജു ചോദിക്കുമ്പോൾ പത്മ പറയുക, പ്രതാപേട്ടൻ്റെ അസുഖം എന്തായാലും ദേവേട്ടൻ മാറ്റും. ബോധം വരുമ്പോൾ പ്രതാപേട്ടൻ എന്നെ കണ്ടാൽ ആകെ പ്രശ്നമാകില്ലേ? അതുകൊണ്ട് അസുഖം മാറുന്ന ആ നിമിഷം തന്നെ ഞാനിവിടെ സ്ഥലം വിടും. പത്മ അങ്ങനെ പറഞ്ഞെന്നും ഋതിക ആകെ സങ്കടത്തോടെ ഇരിക്കുക. അത് കണ്ടിട്ട് രാജു പറയുക, ദേണ്ടേ ഋതുവിൻ്റെ മുഖം ഇരുണ്ടു. അമ്മ ഇവിടുന്ന് പോകുന്നുവെന്നും ഋതുവിന് സഹിക്കാൻ പറ്റത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാമ്മേ. എന്ന് വെച്ച് എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ മക്കളെ? ഇപ്പം തന്നെ ആ അംബികയും മകനെ എത്ര പേടിച്ചിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ. എന്നിട്ട് തന്നെ അവരുടെ ശല്യം എത്ര പ്രാവശ്യം ഞാൻ സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് എനിക്ക് പോകണം, പോയേ പറ്റൂ. അമ്മേ, ഞാൻ അത്ര ഭാഗ്യമില്ലാത്തവളാണോ? എൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എന്തെങ്കിലും ഉണ്ടാകുമോ അമ്മേ? നിങ്ങൾ ഭാഗ്യമുള്ളവരാ മക്കളെ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നിങ്ങൾ വിട്ടേരെ. എൻ്റെ തലയിലെഴുത്താണിതൊക്കെ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ കിടക്കുന്ന അച്ഛന് വേണ്ടി മാത്രമാണ്. ദൈവമേ കാത്തോണേ എന്നും പറഞ്ഞ് പത്മ പ്രാർത്ഥിക്കുവാണ്. മുറ്റത്തിരുന്ന് ജപമാലയിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന ദേവദത്തൻ്റെ അടുത്തോട്ട് രാജു വരുവാണ്. പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് ദേവദത്തൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, രാജു എന്നെ കാത്തു നിൽക്കുമായിരുന്നോ? അല്ല, എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാൻ വന്നതാ. രാജുവിന് എന്തൊക്കെയോ വലിയ പിരിമുറുക്കം കാണുന്നുണ്ടല്ലോ. ഒരു ടെൻഷൻ ഉണ്ടല്ലോ രാജു. രാജുവിൻ്റെ ഉള്ളിൽ ഒരു വലിയ സംഘർഷമുണ്ട്. എനിക്കറിയാൻ രാജു. രാജുവിന് അത്ര വലിയ ഇഷ്ടമാണ് പ്രതാപനെ. ഞാൻ പ്രതാപനെ രക്ഷപ്പെടുത്തുമോ എന്ന് രാജുവിന് സംശയമുണ്ട്. ഏയ് അങ്ങനെയൊന്നുമല്ല. രാജു സംശയമില്ല എന്ന് പറയുമ്പോഴും രാജു സംശയിക്കുന്നുണ്ട്. രാജുവിൻ്റെ തോളിൽ കൈവച്ചിട്ട് ദത്തൻ പറയുക, ഏത് കാര്യത്തിനും ഉറച്ച വിശ്വാസമാണോ രാജു വേണ്ടത്? വിശ്വാസത്തോട് ചെന്ന് ഒരു മലയോട് മലയെ മാറിപ്പോവൂ എന്ന് പറഞ്ഞാൽ മല മാറിപ്പോകും എന്നാണ് ബൈബിൾ പറയുന്നത്. കടലിന് മുകളിൽ കൂടി യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം, കടലിന് മീതെ കൂടി നടക്കണമെന്ന്. പുറകിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, കർത്താവേ ഞാനും. നടന്നു വന്നോളാൻ കർത്താവ് കൽപ്പിച്ചു. കർത്താവ് കടലിന് മീതെ 2 അടി വെച്ചപ്പോൾ അയാൾക്ക് സംശയം, ഇത് കടലല്ലയോ? സംശയിച്ചതുകൊണ്ട് അയാൾ കടലിൽ മുങ്ങിപ്പോയി. പക്ഷേ കർത്താവ് രക്ഷിച്ചു. എന്നാലും സംശയം നമ്മളെ അപകടത്തിൽപ്പെടുത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് രാജു സംശയിക്കേണ്ട, പ്രതാപൻ സുഖപ്പെടും, ധൈര്യമായിട്ടിരിക്കും. അകത്ത സോഫയിൽ വന്നിരുന്നു ദേവദത്ത ഇങ്ങനെ ജപമാല കൊണ്ട് ജപിക്കുവാണ്. അംബികയും മകനും മുകളിലെ ബാൽക്കണിയിൽ നിന്നത് കാണുവാണ്. അമ്മ, ഇയാൾ ഏതു നേരത്തും പ്രാർത്ഥനയിലാണല്ലോ. എടാ നിനക്കറിയാവോ, ഈ പ്രാന്ത് പിടിച്ചവനെ ഉറങ്ങാറില്ല. ഇവർക്കേ ഉറക്കം വരുത്തതുമില്ല. അമ്മയെ മുറിക്കകത്തിയെന്ന് ക്രിക്കറ്റ് ബാറ്റ് എടുത്തോണ്ട് വന്നേ ഇയാളുടെ പുറകിൽ കൂടെ വന്ന് തലയ്ക്കടിച്ചങ്ങ് വീഴ്ത്തിയാലോ? എടാ അവൻ വന്നപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ലേ? അതുകൊണ്ട് നിനക്ക് മതിയായില്ലേ? അമ്മ, ഇതൊക്കെ അയാളുടെ ഒരു മാജിക് അല്ലേ? അങ്ങനല്ല, ഇവരൊരു അപകടകാരി തന്നെയാടാ. നമുക്ക് വെല്ലുവിളിയുവാ. അമ്മേ, ഞാൻ ബോംബെന്നേ ആ ഗുണ്ടാ നേതാക്കന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കട്ടെ. അത് കേട്ട് അംബിക ദേഷ്യത്തോടെ ഒന്ന് പോടാ അവിടുന്ന്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവദത്തൻ കണ്ണു തുറന്ന് മുകളിലോട്ട് അവരെ നോക്കി കാണുവാണ്. ദേവദത്തൻ അമ്മയും മകനെയും ഒന്ന് നോക്കിയിട്ട് കയ്യിലിരുന്ന ജപമാല കയ്യിലോട്ടൊന്ന് ചുറ്റിയിട്ട് മുകളിലോട്ടിങ്ങനെ കൈ കാണിക്കുന്നുണ്ട്.
അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കത്തി ദേവദത്തൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അത് കണ്ട് അംബികയും മകൻ ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ ദേവദത്തൻ മറ്റേ കൈയും ഇങ്ങനെ മുകളിലോട്ട് നീട്ടി കാണിക്കുക. ആ കയ്യിൽ ഒരു ആപ്പിളും വന്ന് വീഴുന്നുണ്ട്. ദത്തൻ അമ്മയും മകനെ ഇങ്ങനെ നോക്കിയിട്ട് ആപ്പിൾ കട്ട് ചെയ്തിങ്ങനെ ഒരു കഷ്ണം വായിലോട്ട് വെക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അംബിക മകനോട് എടാ വാടാ എന്നും പറഞ്ഞ് അമ്മയും മോനോട് അകത്ത് റൂമിലോട്ടങ്ങ് പോവുകയാണ്. ദേവദത്തൻ ചിരിച്ചോണ്ടിരുന്ന് ഇങ്ങനെ ആപ്പിൾ കഴിക്കുക. നമ്മുടെ വേണിവേട്ടനാണെങ്കിൽ രാവിലെ ഒരു കട്ടൻ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. രാജുവും ഹൃതികയും വലിയ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി വരുവാണ്. അച്ഛാ എന്ന് വിളിച്ചോണ്ടാണ് രാജുവിൻ്റെ വരവ്. ആഹാ എൻ്റെ മക്കൾ വന്നോ രാധമ്മേ എന്നിങ്ങനെ ഹൃതിക വിളിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ വന്നോ എന്നും പറഞ്ഞ് രാധമ്മ ഓടി വന്ന് ഹൃതികയെ കെട്ടിപ്പിടിക്കുക. കൂടെ പ്രിയയും വന്നിങ്ങനെ മുഖമേർപ്പിച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ ജയേട്ടൻ അംബികയുടെ പിയെ ആയത് കാരണം ഇവൾക്കിനി എന്നോടത്ര പിടുത്തം കാണില്ല. അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രിയയെ കണ്ടിട്ട് പ്രിയ ചേച്ചി എന്നൊന്നും അറിയാത്ത പോലെ നമ്മുടെ ഹൃതിക ചിരിച്ചുകൊണ്ട് വിളിക്കുവാണ്. പ്രിയയ്ക്ക് ചിരിക്കണോ ദേഷ്യപ്പെടണോ എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. രാജു വേണുവേട്ടനോട് പറയാം, അച്ഛാ ഒരു സന്തോഷമുണ്ട്, അത് അച്ഛനോട് പറയാനും അച്ഛനിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്താടാ രാജു നീ പറയടാ. അച്ഛാ ഋതുവിൻ്റെ അപ്പൂപ്പൻ മഹാദേവവർമ്മ സാറിനൊരു ചേട്ടനുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു, രാജശേഖരവർമ്മ അദ്ദേഹം. ഞാൻ 1-2 തവണ ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളു. വലിയ പണ്ഡിതനായിരുന്നു. അച്ഛാ ഈ രാജശേഖരവർമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു മോനെ, ഒരു ഡോക്ടർ ദേവദത്തൻ. മോനെ അദ്ദേഹം ഒരു വെറും ഡോക്ടറൊന്നും അല്ല, ഒത്തിരി ഡിഗ്രികളുണ്ട്. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല PhD അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡോക്ടറേറ്റുകളും എടുത്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം യക്ഷികളെയും പിശാചുക്കളെയും തളയ്ക്കാൻ കേരളത്തിലെ കാവുകൾ തോറും അലയുന്നുണ്ടായിരുന്നു. എന്നിട്ട് വേണുവേട്ടൻ ചിരിച്ചോണ്ട് പറയാ, വട്ടാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ ആക്ഷേപിക്കാറും ഉണ്ടായിരുന്നു. പക്ഷേ മോനെ ആള് വലിയ ജീനിയസാ. പണ്ട് അമേരിക്കയിലോ മറ്റോ പോയതാ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നൊന്നും ഒരു പിടിയുമില്ല. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഹൃതിക സന്തോഷത്തോടെ പറയാം, അങ്കിളെ എന്നാലേ ആള് ജീവിച്ചിരിപ്പുണ്ട്. അച്ഛാ ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല, ഡോക്ടർ ദത്തനെ ഇപ്പോൾ വർമ്മ സാറിൻ്റെ അടുത്ത് തന്നെയുണ്ട്. എൻ്റെ മോനെ നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? സത്യവാങ്കിളെ രാജു പറഞ്ഞത്. ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതുപോലെ അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു അമ്മാവൻ കൂടിയായി. വേണുവേട്ടനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് അതിശയവും സന്തോഷത്തോടെ ചോദിക്കുക, അയ്യോ നേരാണോ മക്കളെ നീ പറയുന്നതൊക്കെ? അയ്യോ നേരാണെങ്കിലേ അച്ഛാ ഈ പകല് പോലെ സത്യമാണച്ചാ. സന്തോഷം കൊണ്ട് വേണുവേട്ടൻ പറയുക, എൻ്റെ ദൈവമേ നിനക്ക് 100,000 നന്ദി. എടി രാധമ്മേ, ഈ വന്നിരിക്കുന്ന ആള് ചില്ലറക്കാരനും ഒന്നും അല്ല. സകല ചികിത്സയും അദ്ദേഹത്തിന് അറിയാം. മർമ്മ ചികിത്സയോ മറ്റെന്തോ തെറാപ്പിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പ്രിയ ഇതൊക്കെ കേട്ടെന്ന് വരളുന്നുണ്ട്. ദൈവമേ ഇനി പ്രതാപനെങ്ങാനും അസുഖം മാറുമോ? എടാ രാജു, അദ്ദേഹമേ വെള്ളത്തിനടിയിൽ മാസങ്ങളോളം ശ്വാസം അടക്കി പിടിച്ചിരിക്കുമായിരുന്നു. ആളുകൾ അതിശയോക്തി പറയുന്നതാണോന്നൊന്നും അറിയില്ല. ഒരിക്കലൊരു മീൻപിടുത്തക്കാരൻ വല വീശിക്കഴിഞ്ഞപ്പോൾ വലയിൽ കുടുങ്ങി ഇങ്ങേര് കരയിൽ വന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്നു മുതൽ വെള്ളത്തിൽ സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കളി തന്നെ. വർമ്മ സാറിനെ രക്ഷിക്കാൻ ദൈവം വിട്ടതാണ് ഈ ദേവദത്തനെ. അത് കേട്ടതും പ്രിയ ഒരു ഞെട്ടല്. എൻ്റെ ദൈവമേ, ആ വർമ്മ സാറെങ്ങാനോ എഴുന്നേറ്റ് വന്നാൽ എൻ്റെ ജയേട്ടൻ്റെ PA പണി പോകുമല്ലോ. അതുകൊണ്ട് അറുകല ഭഗവാനോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്കുള്ള വേല വെക്കണമെങ്കിൽ അറുകല തന്നെ കനിയണം. പ്രിയ പെട്ടെന്ന് അങ്ങോട്ട് പോയി അറുകല സ്വാമിയോട് പ്രാർത്ഥിക്കുക. എൻ്റെ അറുകല ഭഗവാനെ എങ്ങനെയെങ്കിലും ആ ഡോക്ടറെ തിരിച്ചയക്കണേ. നിനക്ക് ചെത്തുകള്ളും കോഴി പൊരിച്ചതും അല്ലേ വഴിപാട്? നിനക്ക് ഞാൻ ഒരു കുടം കള്ളും ഒരു പൂവൻ കോഴിയും വഴിപാടായിട്ട് തന്നേക്കാവേ. ഈ സമയം അംബികയും മകനും കൂടെ അനന്തംപിള്ളയെ കാണാൻ വന്നിരിക്കും. അനന്തംപിള്ള പറയാ, പിന്നെ സിദ്ധവൈദ്യം ഒറ്റമൂലി മർമ്മ ചികിത്സ ഡാമിറ്റ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അഥവാ ഇനി നടന്നാലും വർമ്മയുടെ മർമ്മം നേരെയാകാൻ പോകുന്നതുമില്ല. അംബിക പറയാ, പക്ഷെ ആള് നിസ്സാരക്കാരനൊന്നും അല്ല, വലിയ ബുദ്ധിശക്തിയൊക്കെ ഉള്ള ആളാ. നോട്ടം കണ്ട പേടി വരും അങ്കിളെ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അനന്തംപിള്ള ചോദിക്കുക, ഇവൻ ഈ സൂര്യമംഗലത്തെ ആരാന്നാ പറഞ്ഞേ? മഹാദേവവർമ്മയുടെ ചേട്ടന്റെ മകനാ എന്ന് അംബിക പറയുമ്പോൾ, ഓ അതായത് പത്മാവതിയുടെ സഹോദരനും പ്രതാപന്റെ അളിയനുമായിട്ട് വരും. പണ്ടേ ഈ ഡോക്ടർ ദേവദത്തൻ സ്വത്തൊന്നും വേണ്ട, പഠിക്കാനുള്ള കാശ് മാത്രം തന്നാ മതിയെന്നും പറഞ്ഞ് നാടുവിട്ടു പോയതാ. അങ്ങനെ പല രാജ്യങ്ങളിലും കറങ്ങി നടക്കുമായിരുന്നു. അംബിക പറയുന്നത് വെച്ച് നോക്കിയാൽ ആരോ പറയുന്നത് ഞാനും കേട്ടു. ഇയാൾ ഈ വെള്ളത്തിലെ സ്വാമിയോ മറ്റോ ആണോ? അതെ, കായലിലും കടലിലും ഒക്കെ മാസങ്ങളോളം മുങ്ങിക്കിടക്കുമെന്നാ പറയുന്നത്. ഇതൊക്കെ പച്ച നുണയാ അംബികെ. വെള്ളത്തിലങ്ങ് മുങ്ങിക്കിടന്നാലേ ശ്വാസം കിട്ടാതെ ഇവൻ ചത്തുപോവില്ലേ? ഇവൻ ഈ വെള്ളത്തിൽ സ്വാമി എന്നറിയപ്പെടുന്നതേ ശരിക്ക് വെള്ളം അടിച്ചോണ്ട് നടക്കുന്നോണ്ടായിരിക്കും. ഞാൻ കേട്ടിടത്തോളവേ അംബികെ, ഇവനൊരു വട്ടനാ. ഇവനെങ്ങാനും വർമ്മയെ ചികിത്സിച്ചാലുണ്ടല്ലോ വർമ്മയ്ക്ക് അസുഖം പോരാഞ്ഞിട്ട് വട്ടുകൂടെ പിടിക്കും. അനന്തംപിള്ള അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അംബികയുടെ മനസ്സിൽ പേടിയാ.
അംബിക ചോദിക്കുക, എങ്ങാനും പ്രതാപൻ എഴുന്നേറ്റ് വരുവോ അനന്തം പിള്ളേ? എന്തായാലും അനന്തം പിള്ളയ്ക്കും അംബികയ്ക്കും ദീപക്കിനും നല്ല പേടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, തിന്മയെ ഒഴിച്ച് നന്മയെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ദേവദത്തനെ പ്രതാപന്റെ അടുത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേവദത്തന്റെ ചികിത്സയിൽ പ്രതാപൻ പൂർണ്ണ ആരോഗ്യത്തോടെ വരികയും പ്രതാപന്റെയും പത്മയുടെയും നല്ല ജീവിതം തുടങ്ങുകയും അംബികയുടെയും മകന്റെയും ജീവിതം ഇനി തെരുവിൽ അലയുന്നതുമായിരിക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.